നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ പരാമർശിക്കുന്നത് തിരുവാതിര നക്ഷത്രഫലമാണ്. അതിവിശിഷ്ടമായിട്ടുള്ള സമയം ആയതിനാലാണ് പിന്നെയും ആവർത്തിക്കുന്നത്. തിരുവാതിര നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത നന്മ തിന്മകൾക്കനുസരിച്ച് വളരെ കഷ്ടതകൾ അനുഭവിച്ച സമയമായിരുന്നു. ശത്രുക്കളാൽ വളരെ ബുദ്ധിമുട്ടിയ അവസ്ഥകളും വീട്ടിൽ തന്നെ പല കലഹങ്ങളാൽ അകന്നു നിൽക്കേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ടാവാം. ബന്ധുക്കൾ തമ്മിൽ പല പ്രശ്നങ്ങളാൽ അകന്നു വേർപിരിഞ്ഞു എന്ന് പറയുന്ന അത്ര രീതിയിലുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാവാം. എല്ലാ സങ്കടങ്ങളും ഒതുക്കി വെച്ച് മുന്നോട്ട് നയിക്കുന്ന വ്യക്തികളുണ്ടാവാം. എന്നാൽ എല്ലാവർക്കും സന്തോഷപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ഈ വരാൻ പോകുന്നത്. പല കഷ്ടതകൾ അനുഭവിച്ച സമയങ്ങളെല്ലാം മാറികിടക്കുകയാണ്. ബാല്യത്തിൽ തന്നെ വളരെ വിഷമത്തോടും പല സാഹചര്യങ്ങളിൽ കഷ്ടതകൾ സാമ്പത്തികമായിട്ടും പലതരത്തിൽ ബുദ്ധിമുട്ടിയ പല അവസരങ്ങളിൽ നിന്നെല്ലാം തരണം ചെയ്യാവുന്ന സമയമാണ്. അതിനാൽ ശിവക്ഷേത്ര ദർശനം നടത്തുക, അവിടെ പ്രാർത്ഥിക്കുക, എല്ലാ ദോഷദുരിതങ്ങളിൽ നിന്നും മറികടക്കുന്നതാണ്. പ്രത്യേകിച്ച് തിരുവാതിര നക്ഷത്രം ശിവഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നക്ഷത്രത്തിൽ ഒന്നാണ്. അതിനാൽ വളരെ സന്തോഷപ്രദമായിട്ട് നാമജപത്തോട് കൂടിയിട്ട് എല്ലാ സർവൈശ്വര്യവും ഭവനത്തിൽ വരുന്നതാണ്. ഇതുവരെ കഷ്ടതകൾ വളരെ ദുഃഖത്തോട് സങ്കടത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും മറികടന്ന് നല്ലൊരു സാമ്പത്തിക നിലയിലും സന്തോഷപ്രദമായിട്ടുള്ള ജീവിതവുമായിരിക്കുന്നതാണ്. എല്ലാം ഭഗവാൻ അറിയുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. പക്ഷേ മുൻജന്മദോഷ കാരണങ്ങളാലാണ് ഇതുവരെ നിങ്ങൾ അത്രത്തോളം അനുഭവിച്ചത്. അതിനാൽ എല്ലാം തരണം ചെയ്ത് ഇനിയുള്ള ജീവിതം സന്തോഷപ്രദമായിട്ടും ആർഭാടമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് പോലെ സന്തോഷപ്രദമായിരിക്കുന്നതാണ്. അതിലുപരി ധനപരമായിട്ട് വളരെ മുൻപന്തിയിൽ എത്തുന്നതാണ്. അതിനാൽ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ഏതൊരു കാര്യത്തിലും പുറപ്പെടുമ്പോൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. കാരണം ധനം കൂടുതലുണ്ട് എന്ന് കരുതിയിട്ട് ശ്രദ്ധിക്കാണ്ട് ചെയ്യുമ്പോൾ ധനനഷ്ടത്തിന് സാധ്യത കാണും. അത്തരത്തിൽ നഷ്ടം വരാതെ നോക്കുക. ഒത്തിരി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്ന സമയഘട്ടങ്ങളിൽ സാമ്പത്തികത്തിൽ വളരെ നഷ്ടത കാണാൻ സാധ്യത കാണുന്നുണ്ട്. അതിനാൽ പിന്നെയും ശ്രദ്ധിക്കുക. അതാണ് കൂടുതൽ പറയുന്നത്. എത്രത്തോളം സാമ്പത്തിക നിലയിൽ എത്തുന്നോ അത്രത്തോളം ശ്രദ്ധിക്കുക. വളരെ മനോഹരമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു സാമ്പത്തിക നിലയിൽ വളരെ മെച്ചപ്പെട്ട ഒരു സാഹചര്യമായിരിക്കുന്നതാണ്. ഇതുവരെ അനുഭവിച്ച കഷ്ടതകളും സങ്കടങ്ങളും മറികടന്ന് ദുഃഖങ്ങളാൽ വളരെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളാലും ബുദ്ധിമുട്ടിയ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും മറികടന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി, ആഗ്രഹിക്കുന്ന ആ തരത്തിലുള്ള ശമ്പള വർധനവും എല്ലാം ലഭിക്കുന്ന സമയമാണ്. അതിനാൽ അത്രയേറെ സന്തോഷപ്രദമായിട്ടുള്ള സമയമായതിനാലാണ് പിന്നെയും ആവർത്തിച്ച് പറയുന്നത്. ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നക്ഷത്രത്തിൽ ഒന്നായത് കാരണാൽ അത്രയേറെ നാമജപത്തോടു കൂടി രാവിലെ സാധ്യമാകുന്നവർക്ക് രാവിലെയും വൈകിട്ട് സാധ്യമാകുന്നവർക്ക് വൈകിട്ടോ ആയാലും നാമജപം കൃത്യമായിട്ട് ചെയ്യുക. 108 തവണ അല്ലെങ്കിൽ 1008 തവണ നാമജപത്തോടു കൂടി ഓം നമഃശിവായ എന്ന് ജപിക്കുക. എല്ലാ സർവൈശ്വര്യവും ഭഗവാൻ നൽകുന്നതാണ്. എല്ലാ സങ്കട ദുരിതങ്ങളിൽ നിന്നും കരകയറി സന്തോഷപ്രദമാവുന്നതാണ്. എല്ലാം ഭഗവാൻ അറിയുന്നുണ്ട്. നിങ്ങളാൽ ഒരു വിഷമവും ഇനി വരില്ല. കാരണം മുൻജന്മദോഷങ്ങളാൽ വന്നതാണ്. ഇനി എല്ലാം ശുഭമായിട്ട് ഭവിക്കുന്നതാണ്. ഓം നമഃശിവായ.